ചില ആളെല്ലാം പറയുന്ന കേട്ടിന് കൽത്തപ്പം ഉണ്ടാക്കിയെങ്കിൽ ഇപ്പോൾ ശരിയാവില്ല എന്ന്. അപ്പോൾ ഞാൻ ഇന്ന് നല്ല പെർഫെക്റ്റായിട്ട് കൽത്തപ്പം ഉണ്ടാക്കുന്ന പറഞ്ഞു തരാം. അപ്പോൾ 250 ഗ്രാം വെള്ളം എടുത്തിട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽട്ടാക്കിയിട്ട് എടുക്കണം. പിന്നെ 1 കപ്പ് പച്ചരി അത് കൈറ്റ് കുതിരാൻ വെച്ചത് കൈറ്റ് വെള്ളമെല്ലാം ഊറ്റിയിട്ട് 1/4 ടീസ്പൂണ് ജീരകം, 2 ഏലക്ക, പിന്നെ 2 ടേബിൾ സ്പൂണ് തേങ്ങ, 1/4 കപ്പ് ചോറ്, പിന്നെ 3/4 കപ്പ് വെള്ളം ഇത്ര ഇട്ടിട്ട് അരച്ചെടുക്കണം. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മെൽട്ടാക്കിയിട്ട് വെച്ച വെള്ളം ഇല്ലേ, അത് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം, തണുക്കാൻ പാടില്ല. ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല മിക്സാക്കിയിട്ടും കൊടുക്കണം. നല്ല മിക്സായിട്ട് വന്നിട്ട് അതിലേക്ക് നമുക്കല്ലേ ഒരു നുള്ള് ഉപ്പ് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടാൻ പാടില്ല. കൂടുമ്പോൾ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണിൽ കൂടുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ മാറിയിട്ട് കേക്കിൻ്റെ ഒരു സോഫ്റ്റ് വരും. അപ്പോൾ ഇതും രണ്ടും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു കുക്കർ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതെല്ലാം സൈഡിലേക്കെല്ലാം ആക്കി കൊടുക്കാം. അതിന് ശേഷം തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് ചെറിയ ഉള്ളിയും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇതെല്ലാം നമ്മൾ അളവിന് തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇത് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ. ബാറ്റർ ഒഴിച്ചിട്ട് മൂടിയതിന് ശേഷം കുക്കറിൻ്റെ വിസിലിടണ്ട, മൂടിയതിന് ശേഷം അത് ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അതിന് ശേഷം നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഒരു 25-30 മിനിറ്റ് കുക്കാക്കിയിട്ട് എടുക്കാം. 25 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ എല്ലാം പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഫോർക്കില അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഒരു സ്റ്റിക്കാ മറ്റോ ഇട്ടിട്ട് നമുക്ക് കുത്തി വെക്കാം. വെന്തിട്ടുണ്ടാവും. ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ എല്ലാം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിൽ എടുത്തിട്ട് കുക്കറിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതിപ്പോൾ ഞാൻ ചൂടോടെ തന്നെ കട്ടാക്കിയിട്ട് കാണിക്കുന്നുണ്ടത്. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതാ നല്ല ആരെടുത്ത കൽത്തപ്പം ഉള്ളിലെല്ലാം നല്ല ചെറിയ ഹോൾസ് ആയിട്ടെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. മസ്റ്റ് ട്രൈ.